നമസ്കാരം. കാൽപന്ത് കളിയുടെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു ഇതിഹാസ അധ്യായം കൂടി എഴുതി ചേർത്ത് ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ ലോകകപ്പിന്റെ സിംഹാസനത്തിലേക്ക്. മയാമിയിൽ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് 6-4 ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടെങ്കിലും ഫുട്ബോൾ ലോകം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കിലിയൻ എംബാപ്പയുടെ അവിശ്വസനീയമായ ഗോൾ വേട്ടയെക്കുറിച്ചാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന ലയണൽ മെസ്സിയുടെ 21 ഗോളുകൾ വിസ്മയ റെക്കോർഡ് തകർത്താണ് എംബാപ്പെ 22 ഗോളുകൾ ലോകകപ്പിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറിയത്. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിന്റെ ആക്രമണത്തിന് മുന്നിൽ 4-0 തകർന്നടിഞ്ഞ ഫ്രാൻസിനെ അവിശ്വസനീയമായ രീതിയിൽ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് എംബാപ്പയുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. കളിയുടെ 48-ാം മിനിറ്റിൽ മിച്ചൽ ഒലീസയുടെ അസിസ്റ്റിൽ നിന്ന് മനോഹരമായ ഒരു ഫസ്റ്റ് ടൈം ഫിനിഷിലൂടെ എംബാപ്പെ ഫ്രാൻസിന്റെ ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് കരിയറിലെ തന്റെ 21-ാം ഗോൾ തികച്ച എംബാപ്പെ മെസ്സിക്കൊപ്പമെത്തി. തുടർന്ന് 66-ാം മിനിറ്റിൽ വീണ്ടും വലകുലുക്കി തന്റെ കരിയർ ഗോൾ നേട്ടം 22-ലേക്ക് ഉയർത്തിയാണ് എംബാപ്പെ മെസ്സിയെ മറികടന്ന് റെക്കോർഡ് ബുക്കിൽ തനിച്ച് ഒന്നാമതായത്. ഈ ഇരട്ട ഗോളുകളോടെ ഈ ലോകകപ്പിൽ മാത്രം എംബാപ്പയുടെ ഗോൾ നേട്ടം 10 ഉയർന്നു. ഇതോടെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ 8 ഗോളുകൾ നേടിയ മെസ്സിയേക്കാൾ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ എംബാപ്പയ്ക്ക് സാധിച്ചു. ഒരു ലോകകപ്പ് പതിപ്പിൽ 10 ഗോൾ തികയ്ക്കുന്ന 4ാമത്തെ മാത്രം താരമായ എംബാപ്പെ 1970-ൽ 10 ഗോൾ അടിച്ച പശ്ചിമ ജർമ്മനിയുടെ ഇതിഹാസം ഗർഡ് ബുള്ളർക്ക് ശേഷം 56 വർഷത്തിനിടെ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ കളിക്കാരനായി മാറി. കൂടാതെ ഈ ടൂർണമെന്റിൽ 10 ഗോളും 4 അസിസ്റ്റും ഉൾപ്പെടെ 14 ഗോൾ കോൺട്രിബ്യൂഷനുകൾ നൽകിയ താരം കഴിഞ്ഞ 60 വർഷത്തെ ഏറ്റവും മികച്ച റെക്കോർഡും സ്വന്തമാക്കി. മത്സരത്തിൽ അസിസ്റ്റുകളുടെ കാര്യത്തിൽ പുതിയ ചരിത്രമെഴുതിയ മിച്ചൽ ഒലീസയുടെ പാസുകളിൽ നിന്നാണ് എംബാപ്പെ 5 തവണ വലകുലുക്കിയത്. ഇതോടെ ഒരു ലോകകപ്പിൽ ഒരു താരം മറ്റൊരു താരത്തിന് നൽകുന്ന ഏറ്റവും കൂടുതൽ ഗോൾ കോമ്പിനേഷൻ എന്ന 60 വർഷത്തെ റെക്കോർഡും ഈ സഖ്യം സ്വന്തമാക്കി. ഒലീസെ ടൂർണമെന്റിലാകെ 7 അസിസ്റ്റുകൾ നൽകി 1970-ലെ പെലെയുടെ റെക്കോർഡും തിരുത്തി കുറിച്ചു. കളിയിൽ ഉസ്മാൻ ഡെംബെലയും സ്കോർ ചെയ്തുവെങ്കിലും ബുക്കായോ സാക്കയുടെ വിസ്മയ ഹാട്രിക്കും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അവസാന മിനിറ്റിലെ മാന്ത്രിക ഗോളും ചേർന്ന് ഇംഗ്ലണ്ടിന് 6-4 വിജയം സമ്മാനിക്കുകയായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനാകുന്നതിനേക്കാൾ നാളത്തെ ഫൈനലിൽ കളിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്ന മത്സരശേഷമുള്ള എംബാപ്പയുടെ വൈകാരികമായ വാക്കുകൾ ഫുട്ബോൾ ലോകത്തിന്റെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. വ്യക്തിഗത റെക്കോർഡുകളേക്കാൾ ടീമിന്റെ വിജയത്തിന് മുൻഗണന നൽകുന്ന ഫ്രഞ്ച് നായകൻ ഫുട്ബോൾ ലെഗസിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ഇപ്പോൾ തന്റെ മനസ്സ് പൂർണ്ണമായും നിരാശയിലാണെന്നും തുറന്നു പറഞ്ഞു. തോൽവിയിലും ടൂർണമെന്റിലെ സെമി ഫൈനൽ ഒഴികെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഗോൾ നേടാൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. തന്റെ കരിയറിലെ 6ാം ലോകകപ്പ് കളിക്കുന്ന 39-കാരനായ ലയണൽ മെസ്സിക്ക് നാളെ സ്പെയിനിനെതിരെ നടക്കുന്ന ഫൈനലിൽ ഈ റെക്കോർഡ് തിരികെ പിടിക്കാൻ അവസരമുണ്ട്. മെസ്സിയുടെ കളിശൈലിയെ പ്രകീർത്തിച്ച എംബാപ്പെ ലിയോ എപ്പോഴും ഗോളടിക്കുന്ന കളിക്കാരനാണ്, നാളെയും അദ്ദേഹം സ്കോർ ചെയ്യും ഉറപ്പാണ് എന്നും കൂട്ടിച്ചേർത്തു.